ഒരുപക്ഷെ ശ്രീ സുജിത്തിനെതിരെ പോലീസുകാർ ചെയ്തിരിക്കുന്നതും രക്ഷാപ്രവർത്തനമാണ് എന്ന് വേണമെങ്കിൽ നാളെ ഇവർ പറയും. അങ്ങനെ ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം സാധാരണ ഇരയാക്കപ്പെടുന്നത് ആരാണ്? ഒന്നുകിൽ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ സാമ്പത്തികമായോ സാമൂഹ്യമായോ ദുർബലരായിട്ടുള്ള ആൾക്കാർ. പഴയ രാജനും വർഗീസും മുതൽ ഇങ്ങോട്ട് ഉദയകുമാറും രാജ്കുമാറും, നമ്മൾ കേട്ട ഷമീർ, തമീർ, അല്പം മുമ്പ് PG പറഞ്ഞ രാജീവ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിലേതെങ്കിലും ഒരു കാരണത്താൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. പോലീസിന് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇരയാക്കുന്നതിന് വളരെ സൗകര്യമാണ്. ജോലി തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ വകുപ്പ് മാത്രം ഒരുപക്ഷെ പോലീസ് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്ന ഒരു വകുപ്പാണത്. ഞാൻ പറയുന്നത് ആ വകുപ്പ് തന്നെ ഇല്ലാതെയാക്കണം. പോലീസുകാരോട് അവരുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലോ മറുത്തെന്തെങ്കിലും സംസാരിച്ചാലോ പോലും ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ വളരെ ഏകപക്ഷീയമായിട്ടുള്ള, പോലീസിന് അങ്ങേയറ്റത്തെ അനിയന്ത്രിതമായിട്ടുള്ള പവർ നൽകുന്ന രീതിയിലത്തേക്കാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് സർക്കാർ തന്നെ കൊണ്ടുവരുന്ന ചില ടേമുകളുണ്ട്. ഒന്ന് ജനകീയ പോലീസ്, 2 ജനമൈത്രി പോലീസ്, 3 സ്ത്രീ സൗഹൃദ പോലീസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ സ്ത്രീ സൗഹൃദമാകേണ്ടതാണ്, ജനസൗഹൃദമാകേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഈ ജനമൈത്രി പോലീസും സ്ത്രീ സൗഹൃദ പോലീസും ഒക്കെ വേറെയാണ് എന്ന് പറയുന്നത് ഈ ഐസിന് മുമ്പ് തണുത്ത ഐസ് എന്ന് എഴുതി വെക്കുന്നതിന് തുല്യമാണ്. ഐസ് അല്ലെങ്കിൽ തന്നെ തണുത്താണ് ഇരിക്കേണ്ടത്. പക്ഷെ എന്നിട്ടും തണുത്ത ഐസ് എന്ന് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കള്ള ഐസ് ഉണ്ടെന്നാണ്.